കാണാവോ? താനിങ്ങോട്ട് പോര്. ഈ മൈക്ക് പിടിച്ചു. റെക്കോർഡ് ഓണാണോ? ഈ മൈക്ക് പിടി. എനിക്കിതെല്ലാം കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഓൾ ഇൻ വൺ നടക്കത്തില്ല. അതെ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മഞ്ഞുമ്മൽ പള്ളിയുടെ മുന്നിലാണ്. മഞ്ഞുമ്മൽ ബോയ്സ് ഇവിടെ ഇല്ല. മഞ്ഞുമ്മൽ ബോയ്സ് ഇല്ല, മഞ്ഞുമ്മൽ പള്ളിയാണ്. ഇപ്പോൾ ഞങ്ങളാണ് മഞ്ഞുമ്മൽ ബോയ്സ്. 2 boys in മഞ്ഞുമ്മൽ. ബാക്കി എല്ലാവരും ഉറങ്ങി. ഒരു മഞ്ഞുമ്മൽ ബോയ് ഓടുന്നുണ്ട് ഇവിടെ കിടന്ന് ഓടുന്നുണ്ട്. എന്തിനാ ഓടുന്നതെന്ന് അറിയത്തില്ല. നമുക്ക് ഓടിയല്ലോ പുറകെ. ചുമ്മാ അയാൾ ഓടുമ്പോൾ പുറകെ അങ്ങ് ഓടണം അല്ലേ? അതെ, നല്ല രസമായിരിക്കും. അയാളായിരിക്കും എന്തിനാണ് നമ്മൾ ഓടണത്. അപ്പോൾ അയാൾ ചോദിക്കും നിങ്ങൾ എന്തിനാ ഓടുന്നത് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയും താൻ എന്തിനാ ഓടുന്നതെന്ന് ചോദിക്കും. അപ്പോൾ പറയും നീ ഓടുന്നത് എന്താന്ന് പറയാമെങ്കിൽ ഞാൻ പറയാം ഞാനെന്താ കഴിക്കുന്നത് എന്ന് ചോദിക്കും. അല്ല, നീ ഓടുന്നത് എന്താണെന്ന് നിനക്കറിയാൻ വേണ്ടി നീ എന്നോട് ചോദിക്കണം ഞാൻ എന്തിനാ ഓടുന്നത്. അപ്പം ഞാൻ പറയാം അവൻ അതാണല്ലോ ചോദിച്ചത്. അവരെ അത് പറയാൻ പറ്റത്തില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, അത് കഴിഞ്ഞ് ഞാൻ പറയാമെന്ന് പറയണം. അത്രയും പോരെ? ഓക്കെ. എന്താ അല്ലേ? അപ്പം നമ്മൾ പറഞ്ഞു വന്ന വിഷയം വിഷയത്തിൽ നിന്ന് എപ്പോഴും അങ്ങ് മാറിപ്പോകും. ഒരുപാട് തെന്നി മാറുന്നുണ്ട്. തെന്നി മിന്നിത്തിളങ്ങുന്ന വാരവിളിക്കണ്ണനക്ക് ഊവരശി പൂത്ത കല്ലക്കണി അഞ്ചെന്ന ചേലനക്ക് നട കണ്ടത് ഈ മുടിയഴിക്കും നോക്ക് ഊവരശി പൂത്തവർ ഉണ്ട് സാധനം. പക്ഷെ ഇത് കണ്ടോ? പുറയിലെന്താന്ന് കണ്ടോ? പള്ളി കുരിശൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്ന് പറയുന്നത് ഈ സ്കൂൾ കുട്ടികളോട് അധ്യാപകരുടെ പെരുമാറ്റം. പിന്നീട് എന്തോ ഒരു കേസ്, ആ കൊച്ചു തന്നെയാണോ അത് അടി കൊടുത്തെന്ന് പറഞ്ഞാൽ സാറ് അടിച്ചെന്ന് ഇടിച്ചെന്ന് സാറ് ആ കുട്ടിയെ തല്ലി. അത് വേറെ അല്ലേ? മൊബൈലിലാണോ? സെയിം കേസാണോ? അടി വരെ നടന്നു അവിടെ. ഒരു ചെറുക്കനെ പിടിച്ച് ഇടിക്കാനൊക്കെ ഇവിടെ സാറന്മാർക്കൊക്കെ എന്താ അവനെ ഇനി കാണിക്കാനൊന്നും ബാക്കിയൊന്നുമില്ല. അവനെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട്. അവൻ അങ്ങനെ പെരുമാറാനുണ്ടായ സാഹചര്യം വെറുതെ ഒന്നുമല്ല. അവനെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട്, അവനെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടീനേജാണ് അവൻ്റെ ഏജ് അതാണ്. അഗ്രഷൻ ലെവൽ കൂടുതലായിരിക്കും, ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കൂടുതലായിരിക്കും. ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇവൻ ഈ പറയുന്ന പല പിള്ളേരും പലതരത്തിലായിരിക്കും പെരുമാറുന്നത്. അത് മനസ്സിലാക്കി പെരുമാറാൻ അറിയാത്ത ഒരു വിദ്യാഭ്യാസ സമ്പ്രദായവും അധ്യാപകരുമുള്ള നാട്ടിൽ ഞാൻ ഇതിനൊക്കെതിരെ പ്രതിഷേധിക്കുകയാണ് ചേർത്താൻ. വളരെ നല്ല പ്രതിഷേധം. ഈ പള്ളിയുടെ മുമ്പിൽ ഈ തെണ്ടികളൊക്കെ എന്ത് പറയുന്നത്? മഞ്ഞുമേൽ സ്കൂളാണ് ഇത് സ്കൂളാന്ന് തോന്നുന്നു. കുഴപ്പമില്ല കണ്ടിട്ടല്ലേ? കെട്ടിടം കണ്ടിട്ട് നല്ലൊരു സ്കൂളാന്ന് തോന്നുന്നു. നല്ല അധ്യാപകരുണ്ടെന്ന് തോന്നുന്നു. നല്ല കെട്ടിടമൊക്കെ ഉണ്ട് ഇവിടെ. നല്ല പള്ളിയും ഇവിടെ നല്ല യേശു ഉണ്ടാവും എന്തായാലും. അതല്ലടോ, ഇവിടെ കെട്ടിടമൊക്കെ പണിയും ബെഞ്ചും ഡെസ്കും ഒക്കെ ഉണ്ട്, ആവശ്യത്തിന് സാധൊക്കെ ഉണ്ടാവും. പക്ഷെ അധ്യാപകരുടെ കാര്യത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് അറിയത്തില്ല. പല ബിൽഡിംഗ് ഒക്കെ ഓക്കെയാണ്, പക്ഷേ ഇവിടുത്തെ സിലബസ് ശരിയല്ല, അധ്യാപകർ ശരിയല്ല, പിന്നെ എന്താ പറയുക, സ്റ്റാൻഡേർഡ് ഇല്ല അല്ലേ? പഴയ സെറ്റപ്പ്, ടീച്ചർമാർക്കാണെങ്കിലും അപ്ഡേറ്റഡ് അല്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ബിൽഡിങ് ഓക്കെയാണ്, അടിപൊളി ബിൽഡിങ് പണിയാൻ അറിയാം. ഇപ്പോൾ ഏതെങ്കിലും രാജ്യത്തെ മാതൃകയാക്കിക്കൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ബിൽഡിങ് പണിഞ്ഞു കളയും. ഉടുപ്പെടുത്തിട്ട് ഞാനൊക്കെ ചെറുപ്പത്തിൽ ടൈ കെട്ടി സ്കൂളിൽ പോയിട്ടുള്ളതുണ്ടോ? ഞാൻ പോകേണ്ടി വന്നിട്ടില്ല, എന്തോ ഭാഗ്യം. CBC വേണം. ആണോ? അപ്പൊ തനിക്കില്ലായിരുന്നോ ടൈ? ഇല്ല, ടൈ ഇല്ലല്ലേ? കുറച്ചുകൂടി കൂളാണ് അവിടെ, കുറച്ചുകൂടി ബോധമുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ ഇവര് ഇപ്പൊ നിലവില് ബിൽഡിങ്ങിനകത്ത് കയറ്റി ഇരുത്തിയേക്കാ. യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ആണ്. മറ്റേതൊന്നും എടുക്കില്ല. ഏത് വിദ്യാഭ്യാസം അതൊന്നും ഇല്ലല്ലോ. ടീച്ചർമാർക്ക് ആ സ്റ്റാൻഡേർഡ് ഇല്ലല്ലോ. ടീച്ചർമാർ കോട്ടും ടൈ ഇട്ടല്ല വരുന്നത്, പിള്ളേർ ടൈ കെട്ടിക്കോളാൻ സാരി എടുത്തു വരും. ഇവന്മാര് മുണ്ടും സാരി എടുത്തോണ്ടൊക്കെ വരും. കുറിയൊക്കെ തൊട്ട് മറ്റേതൊക്കെ ഉണ്ടാവും. ഇവിടെ ഒരു സാരമൊക്കെ വെക്കില്ല, ഇതൊക്കെ തൊട്ടിട്ട് ചുരിദാറിന് എന്നിട്ട് കൊച്ചുങ്ങൾ ടൈ കെട്ടിയിരിക്കുക. ഓ, അതിന്റെ ഞാൻ നോക്കി പോയി ഓടുന്നുണ്ടെന്ന് നോക്കി. അപ്പോൾ എന്താ പറഞ്ഞത്, ഈ ഇങ്ങനത്തെ പണിയാണ് ഇവരുടെ കയ്യിൽ ഇരിക്കുന്നത്, മനസ്സിലായോ? അധ്യാപകർക്ക് സ്റ്റാൻഡേർഡ് ഇല്ല, പിള്ളേരെ ടൈയും കെട്ടിച്ചിരുത്തുക, ഊളകളെല്ലാം കൂടെ ഈ പറഞ്ഞ പോലെ ചന്ദനക്കുറിയും തൊട്ട് മറ്റേ സിന്ദൂരവും ചേർത്തി സാരി കൊടുത്ത് ഈ കന്യാസ്ത്രീകളും അച്ഛന്മാരും പഠിപ്പിക്കുന്നതെന്ന് ഓർത്തോണം. ഏത് ടൈ കിട്ടിയ പിള്ളേരെ, ഇതെന്തൊരു കോമഡിയാണ്. അതാ പറഞ്ഞ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് പകർത്തുമ്പോൾ
ഇത് കൊച്ചുങ്ങളുടെ തലയിലോട്ട് അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത്, സ്വയം ആ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയിട്ട് പിള്ളേരെ പഠിപ്പിക്കും. ഈ ടൈ പോലും എന്തിനാ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പണ്ട് കാലങ്ങളിൽ? അത് ചൂട് തണുത്ത രാജ്യങ്ങളിൽ അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടി ഉപയോഗിച്ചോണ്ടിരുന്ന ഒരു കോണകവാലാണത്, ഒരു തുണി കഷ്ണം. അതെ, ആ സാധനം പിന്നെ കാലക്രമേണ സ്റ്റൈലായി മാറുന്നതാണ് ഇപ്പൊ കാണുന്ന ടൈ. ആ ടൈ ഇവിടെ എന്തിനാണെന്നാണ് ചോദ്യം. അതെ അതെ, ഒരു പെൺകുട്ടി സ്കൂട്ടറിൽ വരുന്നുണ്ടല്ലോ. അതെ, ആ പെൺകുട്ടി കൊള്ളാലോ, നല്ലൊരു പെൺകുട്ടി. വൈകിട്ട് നമുക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടിയൊക്കെ വരും. അത് പള്ളിയുടെ അവിടെ ഒരു പെൺകുട്ടിയാണ്, നല്ല രസമുണ്ട് കാണാൻ, അതിസുന്ദരിയും. ഏയ് ഏയ് ഏയ്, അശുദ്ധോ? ഇങ്ങനെയാണോ പള്ളി അശുദ്ധമാകുന്നത്? ഏയ് ബിലാലെ ഒരു പൂത്തരാമനാനെ കിട്ടുന്നുണ്ടോ? നീ ഇങ്ങോട്ട് ഇവിടെ വാ, കാണുമോ? പോയത് ഹായ്, ഇവിടെ ഹായ് കൊടുക്കും. ഹലോ 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 അത് പോരാ, അത് പോരാ. കാവൽ മാലാഖമാരേ കണ്ണടയ്ക്കരുതേ, താഴെ പുൽത്തൊട്ടിലിൽ രാജരാജൻ മയങ്ങുന്നു, ഉറങ്ങ്. ഇവിടെ അറിയുന്ന ഒരു ക്രിസ്ത്യൻ ഡിവോഷൻ സോങ്, ഹിന്ദു നീ ക്രിസ്ത്യാനാണോ ഹിന്ദുവാണോ ഏതാ? ഞാൻ അങ്ങനൊന്നുമില്ല. നമുക്ക് നിങ്ങൾ പള്ളിക്കാരാണോ അമ്പലക്കാരാണോ? ഞങ്ങള് അറിയത്തില്ല. വെരി ഗുഡ് ഗുഡ്. ഞാൻ എവിടെയും പോവാറില്ല. വെരി ഗുഡ് വെരി ഗുഡ്. എവിടെയും പോവാറില്ല, പള്ളിയുടെ വാതിക്ക് വന്ന് നിൽക്കുക. നീ പള്ളി പോവാറുണ്ട്? ഞാൻ പള്ളി പോവാറില്ല. കണ്ടിട്ടുണ്ട്. ഇപ്പൊ പള്ളിയുടെ മുന്നിൽ വെച്ചല്ലേ കണ്ടത്. ഇവിടെ എന്തിനാ വന്നേ ഈ ആ സമയത്ത്, ഈ പാതിരാത്രി സമയത്ത്? ഈ പെൺകുട്ടികൾ ആ സമയത്ത് ഇറങ്ങി നടക്കാൻ പാടില്ലെന്ന് അറിയരുതോ നിനക്ക്? അറിയാം, എന്നാലും എനിക്ക് പെട്ടെന്നൊരു വിളിയുണ്ട്. ഇവിടെ യേശു വന്നൊരു ചെറിയ ഡൗട്ട്. ഞാനടിയത് ആൾക്കാർ പലരും അങ്ങനെയൊക്കെ പറയും. യേശു അല്ല, അത് ചെകുത്താൻ. പണ്ടാന്ന് ആ ഒരു രൂപത്തുമായിട്ടല്ലേ. പക്ഷെ പലർക്കും എന്നെ യേശു എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ? ആ പാട്ട് പാടും. ഏതാ പാട്ട്? വേറെ പാട്ട് പാടാം. നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികളെ, കുട്ടികളെ ഇങ്ങനെ അധ്യാപകർ പീഡിപ്പിക്കുന്ന രംഗം ഓർമ്മ വരുമ്പോൾ ആടുതോമയെ എനിക്ക്, അതിനകത്ത് കുട്ടികളെ ഇതാ തന്തയെ പീഡിപ്പിച്ചല്ലേ? അധ്യാപകൻ പീഡിപ്പിക്കുന്ന സിനിമ ഏതാ ഉള്ളത്? അധ്യാപകൻ പീഡിപ്പിക്കുന്ന സിനിമ രാക്ഷസൻ, തമിഴിലെ. ഓ, അതിനകത്ത് പാട്ടുണ്ട്. അതിൽ പാട്ടുണ്ട്, പക്ഷെ അത് പാടാൻ പറ്റത്തില്ല, അറിയത്തില്ല. രാക്ഷസനെ കുറിച്ച് ചെകുത്താൻ സംസാരിക്കില്ല. അതില്ല, ചെകുത്താനും രാക്ഷസനും തമ്മിൽ ചേർന്ന് പോകുന്ന രണ്ട് കഥാപാത്രങ്ങളായിരിക്കും. ഏത് പാട്ടാ ഉള്ള ഇപ്പൊ പാടാൻ നമുക്ക് പാടാൻ പറ്റിയ പാട്ടെന്ന് പറഞ്ഞാല് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദു, ഉറുദു ഏതാണെങ്കിലും ഓക്കെ. ഹിന്ദു പാട്ടായാലും കുഴപ്പമില്ല. ഒരു പാട്ട് പറഞ്ഞോ, ഞാൻ പാടാം. ഏത് പാട്ടെന്ന് പറഞ്ഞിരിക്കുമ്പോഴാ? വീഡിയോ എടുക്കണോ? മാനസ് വരൂ മധുരം നുള്ളിത്തരൂ പൂവാടിൽ നീ തേടുവതാരെ ആരെ മാനസമൈനേ വരൂ. നിലാവിന്റെ നാട്ടിലെ നിശാഗന്ധി അങ്ങനല്ലെന്ന്, ഇങ്ങനെയത്. നിലാവിന്റെ നാട്ടിലെ നിശാഗന്ധി പൂത്തല്ലോ കളിക്കൂട്ടുകാരനി മറന്നു പോയോ മാനസമൈനേ വരൂ. പക്ഷെ പാട്ടൊക്കെ കൊള്ളാം. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താരേ പോണത്. അപ്പൊ പ്രശ്നം നിന്നെ കാണാൻ പറ്റില്ല. എന്നെ കാണാൻ ഇവിടെ കാണാൻ പറ്റുന്നത് അയ്യോ എന്നെ കാണത്തില്ല. ഇല്ലേ ഇല്ലേ, ഇവിടെ വരുമ്പോഴായിരിക്കും നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് കുറച്ച് ഇങ്ങനെ വെച്ചാൽ കാണുമോ? ഇങ്ങനെ വെച്ചാൽ കാണുമോ? എനിക്കൊന്ന് ആംഗിൾ ഒന്ന് സെറ്റ് ചെയ്താലോ? ആണോ? അങ്ങനെ നിക്കത്തില്ല, അത് എന്റെ കയ്യിലല്ലേ, ഇതെല്ലാം പോകുന്നുണ്ടാവും. ഒരു മിനിറ്റ്, അതിന് വേറെ
പാൻ പിടിച്ചോണ്ട് നിൽക്കുമെന്നാണോ? അത് കൊള്ളാം. അന്ന് നിൽക്കുന്ന അവിടെ ഞാൻ പോയി അത് correct angle. അയ്യോ ഇല്ല അത് കാണത്തില്ല, ഞാൻ കാണിച്ചുതരാം. ഇതൊക്കെ എന്ത് ഈസിയാടോ, ഇതിനാണോ ഇത് മിണ്ടായിരിക്കേ. ഞാൻ ഇവിടെ ഒരു ക്യാമറമാൻ മേനോൻ ഇത് കണ്ടോണേ. ഇനി തൊട്ട് അങ്ങോട്ട് നടക്കാൻ പോകുന്നതാണ് ചരിത്രം. ഞാൻ അഞ്ജനയുടെ പുറകെ നിൽക്കും, ഇങ്ങനെ നിൽക്കും. നമുക്കൊരു ഡാൻസ് കളിച്ചാലോ? എന്നാ ഇങ്ങോട്ട് അത് വേണ്ട ആ ഡാൻസ് പോരാ. ഇവിടെ വേണ്ട പള്ളിയുടെ മുന്നിൽ കിടന്ന് ഡാൻസ് കളിക്കരുത്. വേണേ എന്നാ വേറൊരു പാട്ടുണ്ട്. ബലാത്സംഗം ചെയ്ത് കൊല്ലാം. ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങയെ തിരുഹിതം കുറച്ച് അന്ന് സ്ലോ പടം. ആബപിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങയെ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴുമേകദൈവം സത്യദൈവമാർഗമാണ് ദൈവം ഭൂമിയിൽ പിറന്ന സ്നേഹദൈവം നിത്യജീവനെ കിടുന്നു ദൈവം. ആബപിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങയെ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ചെങ്കടലിൽ നീ എന്നു പാത തെളിച്ചു മരുവിൽ മക്കൾക്ക് മന്നമൊഴിച്ചു മക്കൾക്ക് മന്നം മുഴച്ചത് സ്നേഹനാളമായി സീനായ് മാമല സീനായി മാമലല്ലേ സീനായി അവിടെ സീനായി നമ്മുടെ സീനാണ് ബ്രോ മാമലയുടെ മോള് സീനാണ് സീനാണ്. പോകുമ്പോൾ ഒരു പിടി മണ്ണ് കയ്യിലെടുത്തു, ഗുരുവിന്റെ ഖബറിലിടാൻ ഒറ്റയടിയിലും കിട്ടേക്കണം. സംഗീതം പഠിപ്പിച്ചല്ലേ? നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്നുകൂടി നോക്കണം. ഞാൻ പോയിട്ട് വരാം. എന്നെ അടിപൊളിയാണ്, നേരത്തെ തന്നെ സെറ്റ് ചെയ്യണ്ടേ? താൻ ചുമ്മാ ഇങ്ങോട്ട് വന്നേ എനിക്കറിയാം ഏതു കുലഭാവങ്ങൾ അറിയാം ശ്രുതിയും താളവും കണ്ണാ ഈശോന്നക്കാം പള്ളിയുടെ മുമ്പിൽ കണ്ണം വെച്ച കനകളറിയാ. ഓക്കെ, അപ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ടി ഈ ഗാനം ഞങ്ങൾ സമർപ്പിക്കുന്നു. അടികൊണ്ട കുട്ടികൾ, പ്രിൻസിപ്പൽ മൊബൈൽ മേടിച്ച് വെച്ച കുട്ടികൾ, അടികൊള്ളാൻ പോകുന്ന കുട്ടികൾ. ഇനി ഒരു കാര്യമുണ്ട്, കുട്ടികൾ ഒരു കാര്യം മനസ്സിലാക്കി. ഈ സ്കൂളിൽ എനിക്ക് തോന്നുന്നു അതാണോ ഇവർ പഠിപ്പിക്കാത്ത. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി എന്തുകൊണ്ടാണ് മറ്റേ നമ്പറിലോട്ട് വിളിക്കാൻ കുട്ടികൾക്ക് അറിയാത്തതെന്ന് ഇപ്പോൾ മനസ്സിലായോ? ഇത് പഠിപ്പിച്ചാൽ ഈ നശിച്ചവന്മാരെ പറ്റി ആ പിള്ളേർ ആദ്യം പറയും, കംപ്ലൈൻറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് പേരൻസിനെ പറ്റി കംപ്ലൈൻറ്റ് ചെയ്യും. അതുകൊണ്ട് ഇവരിത് പഠിപ്പിക്കത്തില്ല, വീട്ടുകാരും പഠിപ്പിക്കത്തില്ല, സ്കൂളിലും പഠിപ്പിക്കത്തില്ല. എന്തുകൊണ്ട് സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല? അമേരിക്കയിലൊക്കെ കുട്ടികൾ ആദ്യം പഠിക്കുന്നത് പോലീസിന്റെ നമ്പറും ചൈൽഡ് ഹെൽപ്പ് ലൈൻ ഏതായിരിക്കട്ടെ ആ നമ്പർ, പേരൻസിന്റെ ഫോൺ നമ്പർ, അഡ്രസ്സ്, ഇത് മൂന്നും അറിയാവുന്ന കുഞ്ഞുങ്ങളാണ് ആദ്യം പഠിക്കുന്നത്. ഇവിടുത്തെ ഏതെങ്കിലും 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനോട് ചോദിച്ചപ്പോൾ ഈ നമ്പർ അറിയത്തില്ല. എന്താ അവർ വിളിച്ച് പറഞ്ഞാലോ? അല്ല, ഈ വിളിച്ച് പറയുന്നതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, അത് വേറെ കാര്യം. അതും വേറെ വീഡിയോ കട്ടാക്കാറായോ? ഇല്ല, ഇതെന്തോ ഇത് 14 മിനിറ്റ് ആയില്ലേ? അത്രയാണല്ലോ. എന്തിനാ? അല്ല, എനിക്ക് വീഡിയോ കോൾ ചെയ്യാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണിക്കാം. എന്നെ കാണാനാണോ? എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞു എടുത്താണെന്ന് പറയരുത്, അത് പറഞ്ഞേക്കെ. അതെ, അതിന് സമയമില്ല അഞ്ജന, പോയിട്ട് അടുത്ത ബുധനാഴ്ച വരാൻ. അതെ അതെ, ഈയൊന്നും അറിയില്ല. അതായത് താഴെ വീഴും. ആരാ ദൈവം? ദൈവമാണോ എന്നെ കാണണമെന്ന് പറഞ്ഞേ? ദൈവമാണ്, വെയിറ്റ് ചെയ്യാൻ പറയടേ. എങ്ങനെയുണ്ട് വീഡിയോ കോളി? നോക്കണ്ട ചെയ്തു. ഓക്കെ, ശരി.